നമസ്കാരം. രഞ്ജിത്താണ് ധ്വനി മീഡിയയിൽ നിന്ന്. പെൻഡുലം ജ്യോതിഷം പഠിപ്പിക്കുകയും പെൻഡുലം ജ്യോതിഷത്തിൻ്റെ ക്ലാസ്സുകൾ എടുക്കുകയൊക്കെ ചെയ്യുകയും അല്ലെങ്കിൽ പെൻഡുലം ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കാൻ, പെൻഡുലം കൊണ്ട് എന്തൊക്കെ ഉപയോഗം ഉണ്ടാവാം, അല്ലെ പെൻഡുലത്തിൻ്റെ എന്തൊക്കെയാണ് രീതികൾ, അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് മുൻപ് ഞാനിട്ടത്. കഴിഞ്ഞ മാസം നമ്മൾ ക്ലാസ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റ്, പാലക്കാടുള്ള രഞ്ജീഷ്, അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു കിണറിൻ്റെ സ്ഥാനം കണ്ട് ബോർവെൽ അടിക്കാൻ വേണ്ടി അത് ജലം കിട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ പെൻഡുലം ഇതിനു വേണ്ടി മാത്രമല്ല, നമുക്ക് ഗ്രഹത്തിലുണ്ടാവുന്നതും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാവും മറ്റ് നെഗറ്റീവുകൾ, ഊർജത്തെയും ഈ പറയുന്ന ആഭിചാരം അതേപോലെയുള്ള കാര്യങ്ങളെയൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് പലപ്പോഴും അത് സംശയം ചോദിക്കാറുണ്ട്. വീടുകളിൽ വാസ്തു നോക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു, എല്ലായിടത്തും പോസിറ്റീവ് കാണിക്കുമ്പോൾ പൂജാമുറി നെഗറ്റീവ് കാണിക്കണം. സാർ, എന്താണത് കാര്യം? പൂജാമുറി എന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്ക് കത്തിക്കുക എന്നല്ലേ, അല്ലെ അവിടെ നെഗറ്റീവ് കാണിക്കാൻ പാടുണ്ടോ? അപ്പോൾ അതിനൊരു ഉത്തരവായിട്ടാണ്, പൂജാമുറി നെഗറ്റീവ് ആവും. തീർച്ചയായിട്ടും ആവും എന്ന് പറയണം. 2-3 കാര്യങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ ആ വീട്ടിലെ കഥ തന്നെ എടുത്താൽ അവരുടെ പൂജാമുറി നല്ല നീറ്റായിട്ട് നോക്കിയിരിക്കുകയാണ്, വിളക്കൊക്കെ തുടച്ച് വെച്ചിരിക്കുന്നു, വിഗ്രഹങ്ങൾ തുടച്ച് വെച്ചിരിക്കുന്നു, വേറെ നെഗറ്റീവ് ഒന്നുമില്ല. നിത്യം രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നുണ്ട്, വേറെ നെഗറ്റീവ് ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ക്ഷേത്ര സംബന്ധിയായ എന്തെങ്കിലും വസ്തുക്കളുണ്ടെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ അവരുടെ അടുത്ത ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദമൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ഇതെങ്ങനെ നെഗറ്റീവ് ആകും? ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന കളഭം, ചന്ദനം, അതേപോലെ തൊടാൻ ഉപയോഗിക്കുന്ന പ്രസാദമൊക്കെ ശ്രീകോവിലിൻ്റെ അവിടെ വെച്ച് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. എന്നാൽ പല ആൾക്കാരും ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഈ പ്രസാദം, ചന്ദനം, കുങ്കുമം, അരി, നെല്ല്, പൂവ്, ഇതൊക്കെ കൊണ്ട് പവിത്രമായിട്ട് വെക്കാൻ പൂജാമുറിയിൽ കൊണ്ട് സൂക്ഷിക്കാറുണ്ട്. ചിലർ കവറിലൊക്കെ ആക്കി പാക്ക് ചെയ്ത് വെക്കും, ചില ഡപ്പികളിലൊക്കെ ആക്കി പാക്ക് ചെയ്ത് വെക്കും, ചിലരല്ലാതെയും വെറുതെ ഇട്ടിരിക്കും. ഇത് കുറേ കഴിയുമ്പോൾ അത് നെഗറ്റീവായിട്ട്, കാരണം ദേവൻ്റെ നിവേദിച്ച, അല്ലെ ദേവന് ചെയ്ത, അല്ലെ ദേവൻ്റെ നിന്ന് കിട്ടുന്ന അർച്ചിച്ച പ്രസാദം ദേവനെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗശൂന്യമാണ്. അല്ലെങ്കിൽ ദേവൻ അത് പുറത്തേക്ക് തരുന്നതാണ്. നിവേദിച്ചത് പ്രസാദമായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഇപ്പം അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലേക്ക് അത് കയറ്റരുത്, വീണ്ടും ചന്ദനം ശ്രീകോവിലിൻ്റെ അവിടെ വെച്ച് തുടരുത്, അല്ലെങ്കിൽ പ്രസാദം കൊണ്ട് ശ്രീകോവിലേക്ക്, മറ്റൊരു ക്ഷേത്രത്തിലെ പ്രസാദം കൊണ്ട് ശ്രീകോവിലേക്ക് ആ എനർജി ലെവലിലൊക്കെ വേരിയേഷൻ ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അതൊന്ന്. രണ്ടാമത്, നിങ്ങളുടെ വിഗ്രഹങ്ങൾ എവിടെയെങ്കിലും ഫോട്ടോകളൊക്കെ പൊടി പിടിച്ചിടുന്നാൽ നെഗറ്റീവ് ആകും. വിളക്ക്, അതേപോലെയുള്ള പൂജാമുറി ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. വൃത്തി കുറഞ്ഞാൽ പൂജാമുറിയിൽ നെഗറ്റീവുകൾ ഉണ്ടാകും. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കുന്നത് നാണയങ്ങൾ, ഒരുപാട് നാണയങ്ങൾ തലക്കൊഴിഞ്ഞും അല്ലാതെയും ഒക്കെ കൊണ്ട് ഒന്നുകിൽ ചെറിയ വഞ്ചി പോലെ എന്തെങ്കിലും വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കും, അല്ലെങ്കിൽ ചില പാത്രങ്ങൾ വെക്കും, ഉരുളിയിൽ വെക്കും ഒക്കെ കാണുന്നുണ്ട്. ഇതും നെഗറ്റീവ് ആകാം. കാരണം നാണയം നമ്മൾ കഴുകിയിട്ടല്ല വെക്കുന്നത്, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും എവിടെയെങ്കിലും ആവാഹിച്ചതോ ക്ഷേത്രത്തിൽ തലക്കൊഴിഞ്ഞിട്ടതോ ഒക്കെ ആയ നാണയങ്ങളൊക്കെ ആവാം. അപ്പം അതുകൊണ്ട് അതൊക്കെ നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മഞ്ചാടി ചെറിയ ഉരുളിക്കകത്തൊക്കെ ആക്കി വെക്കുന്ന കണ്ടിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കാം, പക്ഷേ അതും പൊടിയൊക്കെ അടിച്ച് കഴിയുമ്പോൾ നെഗറ്റീവ്. ഇതൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കഴുകി വെക്കാൻ ശ്രദ്ധിക്കണം. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ വിളക്കുകളൊക്കെ ആഴ്ചയിൽ ഒരിക്കലും തുടച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. വിളക്ക് എല്ലാ ദിവസവും തുടയ്ക്കണം, എന്നാൽ ഫോട്ടോയും വിഗ്രഹങ്ങളും ഒക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ തുടച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പൂജാമുറി പോസിറ്റീവായിട്ട് മാറ്റാം. ഇത് പെൻഡുലം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുശേഷം അത് മാറ്റിയതിന് ശേഷം ആ മുറി പൂർണ്ണമായിട്ടും പോസിറ്റീവായിട്ട് കണ്ടു പൂജാമുറി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പൂജാമുറിയും എന്തെങ്കിലും ഇതേപോലെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയാൽ പൂജാമുറി പോസിറ്റീവാക്കി മാറ്റാം, ഗൃഹവും പോസിറ്റീവാക്കാം. നന്ദി, നമസ്കാരം.